ഗുഡ് മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ വെൽക്കം ടു ഓറഞ്ച് ചാപ്പൽ മോട്ടിവേഷണൽ ബൂസ്റ്റർ ഡേ 1494 ഐ തിങ്ക് 1994 ദിവസം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആറ്റിറ്റ്യൂഡിന്റെ മറ്റൊരു ഭാഗം. ആറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വിന്നിങ് പീപ്പിൾസ് ഹാർട്ട്. ആളുകളുടെ ഹാർട്ട് വിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ്. ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ഓഡിബിൾ ആണെന്നൊന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് സാറേ. ഓ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ വിന്നിങ് പീപ്പിൾസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഈസി തിങ്. ആളുകളുടെ ഹാർട്ട് വിൻ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചിലർക്ക് 3 പോലെ ചിലർക്ക് 4ഉം 5ഉം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരാളുടെ ഹൃദയം അതിജയിക്കണമെങ്കിൽ മിനിമം വേണ്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഏറ്റവും മിനിമം എന്ന് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ നമ്മൾ ആളുകളുടെ ഹാർട്ട് വിൻ ചെയ്യലാണ് ആക്ച്വലി ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ്, ഒരു ജോലി. ആളുകളുടെ ലൈഫ് വിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ്. ഒരാളെ ഇഷ്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള. അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും മികച്ച വ്യക്തിയാവാൻ ആവശ്യമായ ക്വാളിറ്റിയായ ആറ്റിറ്റ്യൂഡ് ആവശ്യമാണ്. ഏറ്റവും നല്ല സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആവാൻ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. വിന്നിങ് പീപ്പിൾസ് ഹാർട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് അതിജീവിക്കാൻ, ആളുകളുടെ ഹൃദയം അതിജയിക്കാൻ ആവശ്യമായ പ്രോസസ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എമോഷണൽ ത്രൈവ് ആവശ്യമാണ്. നമുക്കൊരു എമോഷണൽ ത്രൈവ് ഉണ്ടാവുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. നമ്മളുടെ ഒരു ഇമോഷണൽ ത്രൈവ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു ഇമോഷണൽ ത്രൈവ് നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അങ്ങനത്തെ ഒരു ഇമോഷണൽ ത്രൈവ് ഉണ്ടോ? ഇമോഷണൽ ത്രൈവ് എന്താ ശരിക്കും? ആറ്റിറ്റ്യൂഡ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഏരിയകളും, നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഓരോ ഏരിയകളും നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% നമുക്കൊരു ഇമോഷണൽ ത്രൈവ് ഉണ്ടാവണം. ഇമോഷണൽ ത്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുട്ടികൾ ടൂർ പോകാനിരിക്കുന്ന സമയം ഒരു സമയത്ത് ടൂർ പോകാൻ വേണ്ടി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ആക്റ്റീവ് ആവും. അതുമായി ബേസ് ചെയ്തിട്ട് അവർ വളരെ നേരത്തെ തന്നെ ആക്റ്റീവ് ആവും. ചിലപ്പം പോകുന്നതിന് എത്ര ദിവസം മുമ്പ് ആക്റ്റീവ് ആവും. പക്ഷെ അവരുടെ എമോഷണൽ ത്രൈവ്, അവർ ആ ലിവ് ഇൻ ദ പ്രോസസ്സിലായിരിക്കും. അവർ ആ മൂന്നാറിലോ അല്ലെങ്കിൽ മസൂറിലോ എവിടെയാണ് അവിടെ താമസിക്കുക, അവരുടെ മൈൻഡ് മൊത്തം അതായിരിക്കും. സോ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എമോഷണൽ ത്രൈവ് അതിലേക്ക് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. എമോഷണൽ ത്രൈവ് ഉള്ള ഒരാളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഓരോ കാര്യത്തെയും ലേസിനെസ് ഇല്ലാതെ കവർ ചെയ്യുന്നുള്ളതാണ്. ഓരോ കാര്യത്തിനും നമ്മൾ സമയം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക, ഓരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നസീസാറൊക്കെ സ്റ്റേറ്റ് നേതാവാണ്, വലിയൊരു ഓർഗനൈസേഷൻ കേരളത്തിലെ CEO. അതേപോലെ റഹീമ മാമും അതുപോലെ തന്നെ റഹിമാൻ കെയും, ഇവരൊക്കെ വലിയ വലിയ ഓരോ ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡർഷിപ്പിൽ പെട്ടിട്ടുള്ള സീരിയസ് ഭാരവാഹികളാണ്. നിങ്ങളിലൊക്കെ പലർക്കും ഇമോഷണൽ ത്രൈവ് ഓരോ ഏരിയയിലും കറക്റ്റായിട്ട് ആക്റ്റീവായ മാത്രമേ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഒരു പ്രോഗ്രാമിലേക്ക് അടുത്തതിലേക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഇതിന് എത്ര ലൈറ്റായിട്ട് കടന്നാലും അതിരാവിലെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടി വണ്ടി കയറാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് എത്തുന്നത് അതത് ഏരിയകളിൽ നമ്മൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഉള്ള നമ്മളുടെ ഒരു ത്വര, ആ ത്രൈവ് നമ്മളിൽ ഉണ്ടാവണം. അതിനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിന്നിങ് പീപ്പിൾസ് ഹാർട്ടിന് ഒരാളുടെ ഹൃദയം കീഴടക്കാൻ അയാളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും
നല്ല ഒരു ആറ്റിറ്റ്യൂഡും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ആളുകളുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കും. സോ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഓഫ് വിന്നിങ് പീപ്പിൾസ് ഹാർട്ട് എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർക്ക്, ഇത്തരത്തിലുള്ള ലീഡേഴ്സിന്, സോഷ്യൽ ലീഡേഴ്സിന് ഒക്കെ, ബിസിനസ് ലീഡേഴ്സിന് ഒക്കെ ഈ വിന്നിങ് പീപ്പിൾസ് ഹാർട്ട് മാൻഡേറ്ററി ആണ്. ആളുകളുടെ ഹൃദയം വിജയിക്കാൻ സാധിക്കാത്ത എത്രയോ ബിസിനസ്സുകാരെയും എത്രയോ പബ്ലിക്കിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പബ്ലിക്കിന്റെ ഇടയിൽ നേതാക്കന്മാരായിട്ട് ചമഞ്ഞു വന്നിട്ട് ആളുകളുടെ ഹൃദയം വിജയിക്കാൻ കഴിയാതെ പിന്നീട് അത് അവസാനിപ്പിക്കേണ്ടി വരുന്ന, നിർത്തിയ, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്ന പൊതുപ്രവർത്തകരുണ്ട്. അതിനു പകരം ആളുകളുടെ ഹൃദയം വിജയിച്ചിട്ടുള്ള എത്രയോ നേതാക്കന്മാരെ അവർക്ക് യാതൊരു കാരണവശാലും വീട്ടിൽ പോയി ഇരിക്കാൻ പൊതുജനങ്ങൾ സമ്മതിക്കില്ല. കാരണം ബിക്കോസ് ദേ ആൾറെഡി അവരുടെ ഓരോ മനുഷ്യരുടെയും ഹൃദയം ജയിച്ച് അതിജയിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആളുകളുടെ മനസ്സിൽ എന്നും അവർക്കൊരു സ്ഥാനം ഉണ്ടാവും. അപ്പൊ വിന്നിങ് പീപ്പിൾ ഹാർട്ടിലെ ഒരു അഡ്വാൻറ്റേജ്, നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആളുകളുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആളുകളുടെ മനസ്സിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വിന്നിങ് ഹാർട്ടിന് സാധിക്കും. അപ്പൊ നിങ്ങൾ അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഓരോ ആളും നമ്മളിലേക്ക്, അതാണ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ ആളുകളുടെ എണ്ണം കൂടുന്നത്. ആറ്റിറ്റ്യൂഡ് ഓഫ് വിന്നിങ് പീപ്പിൾസ് ഹാർട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യിക്കുമ്പോഴാണ് സാധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമ്മ മരിച്ചു കിടക്കുന്ന സഭയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മകൻ എന്ന് പറഞ്ഞാൽ ആ അമ്മ മരിച്ചത് തന്നെ വളരെ സന്തോഷം എന്ന് വിചാരിക്കുന്നിടത്ത് മനുഷ്യന്മാർ ഉണ്ടാവുക എന്നുള്ളതാണ്. അമ്മ മരിച്ചു കിടക്കുന്ന സഭയിൽ മകൻ ഇത്ര സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അപ്പൊ ഞാനും വൈഫും കൂടി അതിങ്ങനെ നോക്കിയിട്ട് പറയുകയും ചെയ്തു, മകൻ 10ലൊക്കെ പഠിക്കുന്ന മകൻ ഇത്ര സന്തോഷിക്കുന്ന ഒരു സഭ, ഒരിക്കലും ആ അമ്മക്ക് ആ മകന്റെ ഹൃദയം ജയിക്കാൻ പറ്റിയില്ല. അതായിരുന്നു കാരണം. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ നിരന്തരമായി ആ അമ്മ മകന്റെ ഹൃദയം കീഴടക്കാൻ, നമുക്ക് എല്ലാവരും വിചാരിക്കും നമ്മള് മക്കൾക്ക് അമ്മമാരെ ഹൃദയം, തിരിച്ചും ഇത് ഒരുപോലെ ബാധകമാണ്. നമ്മളുടെ മക്കളുടെയൊക്കെ ഹൃദയം നമുക്ക് കീഴടക്കാൻ സാധിക്കണം. നമ്മളുടെ സ്നേഹം കൊണ്ട്, നമ്മളുടെ മികച്ച എമോഷൻസ് കൊണ്ട്, നല്ല വൈകാരിക തലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത്. ഇന്ന് രാവിലെ ഒരു അനാലിസിസ് സെഷനിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമിനോട് പറഞ്ഞു, വെൻ യു ആർ ഡൂയിങ് ദ അനാലിസിസ് യു ബിലീവ് ദാറ്റ് ദിസ് ഇസ് ആൻ ഓപ്പറേഷൻ, ഇതൊരു ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, റെസ്പോൺസിബിൾ ഫാദർ ഈസ് എ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്, ഇറസ്പോൺസിബിൾ പാരന്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ്. സോ പലപ്പോഴും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള, ഉത്തരവാദിത്തമില്ലാത്ത, നിരുത്തരവാദപരമായ ഒരു പാരന്റ് എന്ന് പറയുന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പാരന്റിന് സ്വാഭാവികമായിട്ട് അവരുടെ മക്കളുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കാത്തവരായിരിക്കും എന്നുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ്, മക്കളുടെ ഹൃദയം കീഴടക്കാൻ പറ്റാതിരിക്കാൻ. സോ മക്കളുടെ ഹൃദയം കീഴടക്കാൻ ഒരു വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മക്കളുടെ ഹൃദയം കീഴടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. വി ക്യാൻ വിൻ ദ പീപ്പിൾസ് ഹാർട്ട്. പൊതുജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മക്കളുടെ ഹൃദയം നമുക്ക് എന്തുകൊണ്ട് കീഴടക്കാൻ പറ്റില്ല? സോ ട്രൈ ടു വിൻ ദ ഹാർട്ട് അറ്റ് ഹോം. വീടുകളിലുള്ള ആളുകളുടെ ഹൃദയങ്ങൾ അതിജയിക്കാൻ വേണ്ടി, കീഴടക്കാൻ വേണ്ടി നോക്കുക. അതിനപ്പുറത്തേക്കാണ് പിന്നെ വാളും പരിചയമൊക്കെ എടുത്ത് നാട്ടിലിറങ്ങി നാടൊക്കെ വെട്ടിപ്പിടിക്കാനും ആളുകളെ ഹൃദയം അതിജയിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ ട്രൈ ടു വിൻ ദ പേഴ്സൺസ്, ദ ഇൻഡിവിജ്വൽസ് ഹൂ ലിവിങ് ഇൻ ഹോം. വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ ഹൃദയം കീഴടക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. രണ്ടാമത് അയൽപക്കം, ജോലി ചെയ്യുന്നവർ, കൂടെ മേലുദ്യോഗസ്ഥന്മാര്, കീഴുദ്യോഗസ്ഥന്മാര്. എനിക്ക് ഓർമ്മയുണ്ട്, നേരത്തെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു അക്കൗണ്ടന്റ് കൊച്ചിനോട് ഞാൻ, ഇഫ് യു സ്മൈൽ ടു എവ്രി വൺ അറ്റ് ഓഫീസ് വിൽ ഇറ്റ് ബി എ ബാഡ് തിങ്? ഓഫീസിലുള്ള എല്ലാവരോടും ചിരിക്കാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമാവും ചോദിച്ചു. പറഞ്ഞു, സർ വൈ ഷുഡ് ഐ സ്മൈൽ ടു എവ്രി വൺ? ഞാനിതിരെ എല്ലാവരോടും സ്മൈൽ ചെയ്യണം? എനിക്ക് എൻ്റെ സമയത്ത് വന്ന് എൻ്റെ ജോലി ചെയ്തിട്ട് എനിക്ക് ഇറങ്ങിപ്പോയാൽ പോരെ? എൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ മികച്ച എംപ്ലോയി ആണ്. ദെൻ വൈ ഷുഡ് ഐ സ്മൈൽ? എനിക്കതിന് എല്ലാവരും താങ്ങി പിടിച്ച് നടക്കണോ? എല്ലാവരും ചിരിക്കണോ? എല്ലാവരോടും നല്ല ഇതിൽ പെരുമാറി എന്ന് ഇതുണ്ടാക്കണോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, യു നീഡ് എ വോട്ട് അറ്റ് ദ ക്യാമ്പസ്. ഈ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ക്യാമ്പസിനകത്ത് നിനക്ക് വോട്ട് കിട്ടണം. താഴെയുള്ള, മേലെയുള്ള, കൂടെയുള്ള മുഴുവൻ ആളുകളും ഷുഡ് വോട്ട് യു. ഇവരെല്ലാവരും നിനക്ക് വോട്ട് ചെയ്യൽ മാൻഡേറ്ററി ആണ്. സോ ഇഫ് പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് വോട്ട് ടു യു മീൻസ് യു ആർ നോട്ട് വിന്നിങ് പീപ്പിൾസ് ഹാർട്ട്. അതിന്റെ അർത്ഥം MD വന്നിട്ട്, എന്താണ് അക്കൗണ്ടിൽ ഇരിക്കുന്ന ആ കൊച്ചിന് എന്താ ഒരു ചിരിയൊന്നുമില്ലല്ലോ, എന്താണ് മാനേജറെ ആ കൊച്ചിന്റെ പ്രശ്നം എന്ന് ഇന്റർകോമിൽ വിളിച്ച് ചോദിച്ചാൽ, സാറേ അവൾ അങ്ങനെയാണ്, ചിരിക്കാറൊന്നുമില്ല, അങ്ങനെ ആരോടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ജോലി ചെയ്യും. അത് നമ്മുടെ കൾച്ചറിന് യോജിച്ചതല്ലല്ലോ.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാതെ ഹാപ്പി ആവാതെ ഈ അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ നിൽക്കണ്ട. ആ കുട്ടിക്ക് അങ്ങനെ ചിരിക്കാൻ ഇത്ര 4 മാസമായല്ലോ വന്നിട്ട് ചിരിക്കാൻ പറ്റുന്നില്ല എന്നെങ്കിൽ ആ കൊച്ചിനെ ഒരു കാര്യം പറഞ്ഞു വിട്ടുള്ളൂ. നമുക്ക് അതിനേക്കാളും ആറ്റിറ്റ്യൂഡ് നല്ലൊരു കൊച്ചിനെ വേറെ സെലക്ട് ചെയ്തോളൂ. ജോലി ചെയ്യുന്നതല്ല പ്രധാനം. നമ്മുടെ കൾച്ചർ മോശമാക്കാൻ ആരും സമ്മതിക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ, ഇത് ഈ സിനാരിയോസ് ഒക്കെ റേസ് ചെയ്യപ്പെടുന്നത് ആളുകളുടെ വോട്ട്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, യു നീഡ് വോട്ട് ഓഫ് യുവർ താഴെയുള്ളവരുടെയും കൂടെയുള്ളവരുടെയും മേലുള്ളവരുടെയും വോട്ട് വേണം ഈ ക്യാമ്പസിൽ നിനക്ക് അതിജീവിക്കാൻ. അപ്പോഴാണ് നീ സർവൈവ് ചെയ്യാം, അപ്പോഴാണ് നീ പെർമിറ്റഡ് ആവുക, അപ്പോഴാണ് നീ പെർമനന്റ് ആവുക. അത് കേട്ട ആ കൊച്ചു കുറേ സമയം മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് തല താഴ്ത്തിയിട്ട്. സോ ദാറ്റ് ഈസ് റൈറ്റ്. അപ്പൊ നമ്മൾ ഒരാളുടെയും മൂഡ് താങ്ങുന്ന ഒരാളോട് അങ്ങനെ ഇത് പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് ആളുകളുടെ ഹൃദയം അതിജയിക്കാൻ വേണ്ടി ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് മികച്ച നല്ല വാക്കുകൾ പറയാൻ, മികച്ച കമ്പാഷനായിട്ട് ലവബിൾ ആയിട്ട് നല്ല രൂപത്തിലുള്ള എമോഷൻസ് എമിറ്റ് ചെയ്യാനൊക്കെ ആളുകൾക്ക് സാധിച്ചാൽ അത് പീപ്പിൾസ് ഹാർട്ട് വിന്നിങ് പ്രോസസ്സാണ്. സോ വീടുകളിലുള്ള ആളുകളുടെ ഹൃദയമൊക്കെ അതിജയിക്കാനൊക്കെ സാധിക്കണം. അങ്ങനെ സാധിച്ചെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനകത്ത് നമുക്ക് മനോഹരമായി മുന്നോട്ട് പോകാം. സോ ഓറഞ്ച് ആപ്പിൾ അതാണ് ആഗ്രഹിക്കുന്നത്, കളറിങ് പീപ്പിൾസ് ലൈഫ് ഫ്രൂട്ട്ഫുള്ളി. കൂടുതൽ ജീവിതങ്ങൾക്ക് വളരെ ഫലവത്തായ നിറങ്ങൾ പകർന്നുകൊണ്ട് ഓറഞ്ച് ആപ്പിൾ മുന്നോട്ട് പോവുകയാണ്. ഈ ജൈത്രയാത്രയിൽ നമ്മളോടൊപ്പമുള്ള എല്ലാവർക്കും ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിന്റെ മികച്ച ഹൃദയത്തിൽ നിന്നുള്ള അകമഴിഞ്ഞ് നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. Thank you so much. Love you all. Bye. Thank you. Bye for now. Bye for now.